ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ഇത് കാണിക്കാൻ പോവാണ്. അതെന്താന്ന് അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും അറിയത്തില്ല, കൂടുതൽ പേർക്ക് അറിയില്ല തോന്നും. അപ്പോൾ അത് അവിടെ എത്തിയിട്ട് സസ്പെൻസാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എവിടേക്കാണ് നമ്മൾ പോകണത്, എന്താണ് അവിടെ കാണാനുള്ളത്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. ഞാനും രഞ്ജുവിൻ്റെ നിത്തു മാത്രമേ ഉള്ളൂ. ഇതിനെ ഉറക്കിയിട്ട് ഞങ്ങൾ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് അങ്ങനെ പോകാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബുള്ളറ്റിൽ പോകാൻ വെച്ചു. ഇതുവരെ ബുള്ളറ്റിൽ പോയിട്ടില്ല, ഞാൻ വന്ന ശേഷം. അപ്പോൾ ബുള്ളറ്റിൽ നമുക്ക് ചെറിയൊരു റൈഡ് പോലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എവിടേക്കാണ്, എന്താണ് അവിടെ എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പം ഞാൻ പറയണ്ട, ഇപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു സസ്പെൻസ് പോകും. പിന്നെ അതുപോലെ തന്നെ സസ്പെൻസ് പറഞ്ഞ തന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കില്ല കേട്ടോ. അതിന് സോറി, ഫുള്ളായി കാണിക്കില്ല. ഫുള്ള് നമുക്ക് ലാസ്റ്റ് നമ്മൾ കാണിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ കാണിക്കില്ല. ഒരു ഏകദേശം ഒരു ചെറിയൊരു ഇത് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അങ്ങനെ ഈ കാണുന്നൊരു സ്കൂളാട്ടോ, മുളകുപറമ്പ് സ്കൂൾ. ഇവിടെയാണ് ഏട്ടൻ പഠിച്ചത്. ഏട്ടൻ്റെ പഴയ സ്കൂൾ, ഏട്ടൻ പഠിച്ച സ്കൂളാണ് കേട്ടത്. നമ്മൾ ഈ സ്കൂളിൻ്റെ മുന്നിലൂടെ നമ്മൾ വീട്ടിലോട്ട് പോകണത്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ മണ്ണൂരെത്തി. മണ്ണൂരിൽ നിന്ന് കുറച്ചുണ്ട് കേട്ടോ. നമ്മൾ നഗരിപ്പുറം ജംഗ്ഷനിലാണ്. നഗരിപ്പുറം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരിയുണ്ടോ, ലെഫ്റ്റ് തിരിഞ്ഞ് പോവും. അവിടെ നിന്നൊരു നഗരിപ്പുറം ജംഗ്ഷനിൽ വെറും ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയതാണ് കേട്ടോ. 2-3-4 വർഷമായി സത്യം പറഞ്ഞാൽ തുടങ്ങിയിട്ട്. ഇതുവരെ ഫിനിഷ് ആക്കിയിട്ടില്ല. നമ്മൾ മെല്ലെ സ്റ്റെപ്പായിട്ട് ചെയ്യുക. പിന്നെ ഏട്ടൻ ലീവിന് വരുമ്പോൾ ചെയ്യും, പിന്നെ നിർത്തിയിടും, പിന്നെയും ചെയ്യും. അങ്ങനെ മെല്ലെ ചെയ്യുള്ളൂ. കാരണം ധൃതിയില്ലല്ലോ, മെല്ലെ ചെയ്യുക എന്നൊരു ഇതിലാണ്. പെട്ടെന്ന് മാറണം അങ്ങനെ ഒരു ധൃതി ഇല്ലാത്തതുകൊണ്ട് തന്നെ മെല്ലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. ഇപ്പോഴും ഏട്ടൻ വന്നപ്പോൾ കാർ പോർച്ചും ഓപ്പൺ ടെറസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലീവിലെ ബാക്കി അതിൽ ചെയ്യുള്ളൂ. മെല്ലെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ഇല്ലല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെല്ലെ നമ്മൾ ചെയ്യുന്നത്. ആരുടെ വീടാ? കുറച്ച് വലിക്കാൻ പറ. തുറക്ക്. അപ്പോൾ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സസ്പെൻസ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡ്രീം ഹൗസ്. പണി കഴിഞ്ഞിട്ടില്ല, കഴിയണുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഫ്രണ്ട് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പുറത്തൊരു തൊടിയാണ്, അത് വന്നിട്ട് കമ്പിവേലി കെട്ടിയോണ്ട് അവിടെ നമുക്ക് നേരെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ വീട്. അപ്പം ഞാൻ ഉള്ളിലോട്ട് പോവാണ്. ഇത്തു അപ്പം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഇന്ന് ലീവാണ്. കാർ പോർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മേലെ ഓപ്പൺ ടെറസിന്റെ ഷീറ്റ് ഇടലും അത് അവിടെ ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ ഷീറ്റ് ഇടാൻ മാത്രമേ വേണ്ടല്ലോ കേട്ടോ. നാളെ വന്നിട്ട് ഷീറ്റ് ഒന്നും ഇറക്കിയിട്ടില്ല, അവരിന്ന് വന്നിട്ടില്ല പറഞ്ഞു. അതുകൊണ്ട് നാളേക്കാണ് വരുള്ളൂ. ഇനി നാളെ വന്നാൽ ഷീറ്റ് ഇടല്. എന്തുമ്മ പൊയ്ക്കോ, മെല്ലെ നടന്നോ, അച്ചക്കൂടെ പൊയ്ക്കോ. അത് അപ്പി മണ്ണല് പാറപ്പൊടി എന്താണ് ഫുൾ കാട് പിടിച്ചിരിക്കുന്നു കേട്ടോ. വന്നപ്പോൾ മൊത്തം കാടെല്ലാം വെട്ടി സെറ്റാക്കി. കണ്ടോ, പെയിൻ്റൊക്കെ അടിച്ചതും എല്ലാം പോയി. വൈറ്റ് സിമെൻ്റ് അടിച്ചാണൊക്കെ മഴ പെയ്തിട്ടൊക്കെ നാശമായി പോയി. കാണുന്നുണ്ടോ? അതാ മേലെ നമ്മുടെ ഓപ്പൺ ടെറസിൽ ഷീറ്റ് ഇടാനുള്ളതാണ്. അതിനുള്ള പണിയും അതേപോലെ ഷീറ്റ് വന്നിട്ടില്ല, നാളേക്ക് എത്തും. നാളെ സെറ്റാവും എല്ലാം. ഇത് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്കൊരു ഫോണിൽ മൊത്തത്തിൽ പെടണില്ല. സത്യം പറഞ്ഞാൽ പ്ലോട്ട് നമ്മളിങ്ങനെ നീളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് പെടണില്ല. അപ്പോൾ ഫുള്ളായിട്ട് അതുകൊണ്ട് നമുക്ക് നേരെ പെടണില്ല കേട്ടോ. കറക്റ്റായിട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ടില്ല. 80% കഴിഞ്ഞിട്ട് ഇനി വെറും 20% മാത്രമേ ഉള്ളൂ പണി. നമുക്ക് പെയിൻ്റ് അടിക്കണം, എപ്പോക്സി ഇടണം, അങ്ങനെ ചെറിയ അല്ലറ ചില്ലറ പണി, ഇൻ്റർലോക്ക് ഇടൽ, ഇതൊക്കെയാണ് നമ്മുടെ പണികൾ. ഫുൾ അലങ്കോലമായി കിടക്കുകയാണ്. അങ്ങനെ ആരും വരുന്നില്ലല്ലോ ഇങ്ങോട്ട്. എപ്പോഴെങ്കിലും ഏട്ടൻ ലീവിൽ വരുന്ന സമയത്ത് വരും, പിന്നെ ഞാൻ വല്ല പണിയുള്ള സമയത്ത് ഞാൻ വരും, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് ആരും വരുന്നില്ല.
പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 4 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസമുണ്ട്, ദൂരമുണ്ട്. ബാക്ക് സൈഡ് ഏട്ടനും കൂടി മൊത്തം വീട് സൈഡെല്ലാം ചുറ്റി കറങ്ങി പോയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലോട്ടിൽ മൊത്തം വീടാണ് കേട്ടോ. അതായത് നമുക്ക് സ്പേസ് ഒന്നുമില്ല. നമുക്ക് ഈ ഒരു കാർ പോർച്ചിനുള്ള സ്പേസ് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. വേറെ സ്പേസ് ഒന്നുമില്ല. വെറും ഈ കാർ പോർച്ചിൻ്റെ സ്പേസ് മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് സ്പേസും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം ഞങ്ങൾ നമ്മുടെ ഡ്രീമല്ലേ, നമ്മളപ്പോൾ ഇങ്ങനെ ഓരോന്ന് വേണം 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 പറഞ്ഞ് ലാസ്റ്റ് വീട് വലുതായിപ്പോയി. ഇപ്പം ആലോചിക്കുന്നത് ചെറുത് മതിയായിരുന്നു എന്ന്. പക്ഷെ നമ്മുടെ ഡ്രീം ഹൗസ് അല്ലേ, നമ്മൾ എപ്പോഴും കെട്ടത്തില്ലല്ലോ. നമുക്ക് ഒരു തവണയല്ലേ കെട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും ഇരിക്കട്ടെ കിട്ടും എന്ന് വിചാരിച്ചു. ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വേറെ ഇനി പ്ലാന്റും കാര്യങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല. നമുക്ക് ബോറടിക്കാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിണർ കുത്താനുള്ള സ്ഥലം വരെ നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് കുഴിയടക്കം വേസ്റ്റ് കുഴി എല്ലാം കുഴിക്കാൻ നമുക്ക് അതിനുള്ള കുഞ്ഞ് സ്പേസ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ സ്പേസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. നമുക്ക് എല്ലാം നമുക്ക് കുഞ്ഞു 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 കുഞ്ഞ് സ്പേസ് മാത്രമേ ഉള്ളൂ. വേറെ ഇത് എക്സ്ട്രാ സ്പേസ് ആയിട്ടും ഇല്ല. നമുക്ക് മൊത്തത്തിൽ ഒരു വീടാണ് ഈ പ്ലോട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കുള്ളിൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അങ്ങനെ ആർക്കും കണ്ടില്ല. ഞാൻ മുന്നേ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു നമ്മൾ വീഡിയോ വെക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് അകത്ത് കുറച്ചുകൂടെ പണിയുണ്ട്. ഇൻറ്റീരിയർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു 80% കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 20% ഉണ്ട്. പെയിൻ്റ് അടിക്കാനുണ്ട്, പിന്നെ എപ്പോക്സി ഇടാണ്ട്. മെയിൻ ഇത് മാത്രമേ ഉള്ളൂ പണി. പിന്നെ ഇൻ്റർലോക്കും വേറെ എല്ലാം നമ്മൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അകത്ത് കാണിക്കണം എന്നുണ്ട്. പക്ഷെ എന്നാലും ഒന്നുകൂടെ റെഡി ആയിട്ട് നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീടിൻ്റെ ഫുൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ എന്താ പറയുക, കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ കാണിക്കാത്തത്. പിന്നെ ഏട്ടനും താല്പര്യമില്ല ഉള്ളിൽ മൊത്തം ഫിനിഷ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഏട്ടൻ കാണിക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രീം ഹോം. എന്താ ചേട്ടാ പറയാൻ എന്തേലും? ഒന്നും പറയാനല്ലേ. പോവാ ടാറ്റ കൊടുക്ക്. ബൈ പറ. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ.